വളരെ ആശ്വാസകരവും ആഹ്ലാദകരവുമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭ്യമായിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു എൽസ്റ്റോൺ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുത്ത സ്ഥലത്ത് പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ച സ്ഥലത്ത് അവിടെ ഒരു സ്പെഷ്യൽ ലീവിംഗ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ ആളുകൾ പോയിരിക്കുന്നു എന്നുള്ളത്. ഞങ്ങൾ ആദ്യഘട്ടം മുതലേ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഒക്ടോബർ 4-ാം തീയതി, അതായത് ദുരന്തമുണ്ടായി 2 മാസക്കാലം കഴിഞ്ഞ ഉടനെ എൽസ്റ്റോണിലെയും നെടുമ്പാലയിലെയും ഭൂമി ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ശരിയായിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ മുതൽ നമ്മൾ വാദിക്കുന്നതാണ്. ഭൂമി ഏറ്റെടുത്ത് ഉടനെ തന്നെ കോടതിയുടെ സ്റ്റേ ഉണ്ടായതുകൊണ്ട് ഡിസംബർ 27 വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഡിസംബർ 27 അവിടെ ഒരു സൂചന പൊസഷൻ മാത്രം ഏറ്റെടുക്കാനുള്ള അനുവാദമാണ് നമുക്ക് നൽകിയത്. അതായത് ഉദ്ഘാടന പരിപാടികൾ നടത്താൻ ഡിസംബർ 27 അകത്തു പ്രവേശിച്ച് നടപടികൾ നടത്താനുള്ള അനുവാദമാണ് നൽകിയത്. പിന്നെയും പണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലുണ്ടായി. ആ കേസിലും ഉണ്ടായ ഒരു വിധി സിംബോളിക്കായ പൊസഷൻ ഏറ്റെടുക്കാനും പിന്നീട് സിംബോളിക്കായ പൊസഷൻ ഏറ്റെടുത്തതിന് ശേഷം ഭൂമിയുടെ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം എന്നുമായിരുന്നു. അതിനുശേഷം കോടതി 44 കോടി രൂപ, ആദ്യം കെട്ടിവെച്ച് 26 കോടി രൂപയ്ക്ക് പുറമെ 17 കോടി രൂപ കൂടി കെട്ടിവെക്കാനുള്ള നിർദ്ദേശം നൽകി റിട്ടപ്പീൽ. എന്നാൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് എൽസ്റ്റോൺ എസ്റ്റേറ്റിൻ്റെ ഭാരവാഹികൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കോടതിയോട് ആവശ്യപ്പെട്ടത്. അതിലൊന്നാമത്തെ പ്രശ്നം DM ആക്ട് പ്രകാരം ഭൂമി കൈവശം ഏറ്റെടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം 42 കോടി രൂപ പോരാ, അധികമായ സംഖ്യ വേണം എന്നായിരുന്നു. സാധാരണ നിലയിൽ അങ്ങനെ SLP വന്നാൽ 2-3 കാര്യങ്ങൾ കോടതിക്ക് ചെയ്യാം. പക്ഷേ SLP പൂർണ്ണമായും ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് സുപ്രീം കോടതി പുറത്തിറക്കേണ്ടായത്. ഈ കോടതിയിൽ ഇനി ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയിൽ മറ്റൊരു വാദവും നടക്കാത്ത വിധത്തിൽ സുപ്രീം കോടതി ആ കേസ് ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഇന്നുണ്ടായി. കോടതി അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിലെ കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റിട്ട് പെറ്റീഷനിൽ വാദം തുടരാൻ വിരോധമില്ല. നേരത്തെയും കേരളത്തിലുണ്ടായിരുന്ന കോടതി പറഞ്ഞതാണ്. എന്നാൽ സ്പെഷ്യൽ ലീവിംഗ് പെറ്റീഷൻ അനുവദിക്കില്ല എന്ന ഷാർപ്പായ നിലപാടെടുത്തുകൊണ്ട് കോടതി അക്കാര്യം ഡിസ്മിസ് ചെയ്തു. അതുകൊണ്ട് ഇനി ഒരു പേടിയും ആളുകൾക്ക് ഇടയിലുണ്ടാകേണ്ട കാര്യമില്ല, ഒരാശങ്കയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട പ്രശ്നമില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. 4/10/2024 സർക്കാർ ഇറക്കിയ ഉത്തരവ് ശരിയായിരുന്നു എന്ന് മാറിപ്പോയ എല്ലാ കോടതികളും, കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, ഇപ്പോൾ സുപ്രീം കോടതി, സർക്കാർ DM ആക്ട് അനുസരിച്ച് ഈ കാലയളവിൽ ഏറ്റെടുത്ത നടപടി ശരിയായിരുന്നു എന്ന് ആവർത്തിച്ച് അംഗീകാരം നൽകുകയായിരുന്നു. സുപ്രീം കോടതിയുടെ മുമ്പിൽ കേരളം പറഞ്ഞു, അവിടെ പൊസഷൻ ഏറ്റെടുത്തു, ആവശ്യമായിട്ടുള്ള സംഖ്യ 42 കോടി രൂപ ഇതിനകം കോടതിയിൽ അടച്ചു, പൊസഷൻ ഏറ്റെടുത്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. സ്റ്റേക്ക് ഒരു സ്റ്റേ ലഭ്യമാകാൻ, ഇടക്കാല ഉത്തരവിലൂടെ ഒരു സ്റ്റേ ലഭ്യമാകാനും അവരുടെ അഭിഭാഷകർ ശ്രമിച്ചുവെങ്കിലും കോടതി അതിനൊന്നും നിൽക്കാതെ ആ കേസ് ഡിസ്മിസ് ചെയ്തത് വയനാട്ടിലെ ദുരന്ത ബാധിതരായ ആളുകൾക്ക് മനസ്സിൽ കുളിർമഴ പെയ്യിക്കുന്ന ഒരു അനുഭവമാണ്. സർക്കാർ ഉറപ്പ് പറഞ്ഞിട്ടും ചില ആളുകളുടെ മനസ്സിലെങ്കിലും കോടതി കേസ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരാശങ്കയുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ശരിയല്ല, ഇനി ഒരാശങ്കയും വേണ്ട എന്നത് ബോധ്യപ്പെടാൻ നമുക്ക് പറ്റി. സർക്കാരിന് വേണ്ടി സീനിയർ അഡ്വക്കേറ്റായിട്ടുള്ള രഞ്ജിത്ത് കുമാറും കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിട്ടുള്ള ഗോപാലകൃഷ്ണക്കുറുപ്പും സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ടുള്ള CK ശശിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ഹാജരായത്. കൃത്യമായി കേരളത്തിൻ്റെ വാദം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനായി. അതുകൊണ്ട് എൽസ്റ്റോണിലെ ഭൂമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു വിലക്കുമില്ലാത്ത വിധം, സ്റ്റേയോ മറ്റൊരു വിലക്കുമില്ലാത്ത വിധം അത് മുന്നോട്ട് പോകാൻ സൗകര്യമായി. അവിടെ പൊസഷൻ ഏറ്റെടുത്ത ഘട്ടം തന്നെ നിങ്ങൾക്കറിയാം. ഡിവിഷൻ ബെഞ്ച് ആദ്യം താൽക്കാലികമായിട്ടുള്ള സിംബോളിക്കായിട്ടുള്ള പൊസഷനാണ് നൽകിയതെങ്കിൽ പിന്നീട് കോടതി പിരിയുന്ന അന്ന് ആ 17 കോടി രൂപ കൂടി കോടതിയിൽ മറ്റൊരു അക്കൗണ്ടായി കെട്ടിവെക്കാൻ പറഞ്ഞ് അന്നു രാത്രി തന്നെ ആ പൊസഷൻ ഏറ്റെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിവേഗം ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. 2025 തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2025 തന്നെ പണിയുന്ന വീടുകൾ പൂർണ്ണമായും പൂർത്തിയാക്കും. 2026 മാർച്ച് മാസത്തിനുള്ളിൽ വീടുകളോടൊപ്പം അനുബന്ധമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ, അംഗനവാടിയും കളിക്കളവും റോഡും ലൈബ്രറിയും എല്ലാം അടങ്ങുന്ന അനുബന്ധ പ്രവർത്തനങ്ങളും കൂടി പൂർത്തിയാക്കി
ഒറ്റ വർഷക്കാലം കൊണ്ട് നാടിനത് സമർപ്പിക്കും. 2025 പക്ഷേ വീടുകളുടെ നിർമ്മാണവും പൂർത്തീകരിക്കും. സുപ്രീം കോടതിയുടെ വിധി ആശ്വാസകരമാണ്, സന്തോഷകരമാണ്, അഭിമാനകരമാണ്. സർക്കാരിന് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലെടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നാവർത്തിച്ച് കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദിയും പ്രത്യേകമായിട്ട് മനസ്സിലുണ്ട്. അതാണ് ഇപ്പോൾ സൂചിപ്പിക്കാൻ.